quitting the show. ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. ഇല്ല, ഇതങ്ങനെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. നമുക്കൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ ആദ്യ എവിക്ഷനിലൂടെ രതീഷ് കുമാർ വീടിന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. എല്ലാം ചടപടേന്നായിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നേ. ഞാൻ ചോദിച്ചു, എനിക്ക് തന്നു. ഫ്ലാഷ് ബാക്ക്. സർ, ഞാൻ പോകാൻ തയ്യാറാണ് സർ. അണുബോംബ് പൊട്ടിച്ചാലും തന്നെ പോലുള്ള ഇത്തിക്കണ്ണികൾ ഇവിടുന്ന് പറഞ്ഞു പോലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അജ്ഞാനശീല. അതെ സർ, ഇല്ലാത്ത കാര്യങ്ങൾ എന്റെ തലയിൽ ഇട്ട് തരുമ്പോൾ ഞാൻ എങ്ങനെ പ്രതികരിക്കണം സർ? സ്പീക്കർ കത്തിപ്പോട്ടും കിടന്ന് നിലവിളിക്കുകയാണ്. ഞാനൊരു ചേട്ടനായിട്ട് കരുതി. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. അദ്ദേഹത്തിന് ഞാൻ ശരിയാണ്. ഞാൻ എന്ത് പ്രഹസനമാണ് സജി. എൻസിബ ഉള്ളപ്പോഴാണ്. രതീഷ്, യെസ് സർ. ഇത് കൺഫെഷൻ റൂമാണ്. നിങ്ങളുടെ നാടകം ഇവിടെ ആവശ്യമില്ല. ഓക്കെ. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ നീയൊക്കെ ആകെ മനസ്സുകൊണ്ട് തകർന്നിരിക്കുന്ന സമയത്ത് ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. നീ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. മര്യാദയുടെ രീതിയിൽ വീട്ടിൽ തുടരാമെങ്കിൽ നിങ്ങൾക്ക് അകത്തേക്ക് പോകാം. തീർച്ചയായിട്ടും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞില്ല, എല്ലാത്തിനും ഞാൻ പിടിച്ചു പുറത്താക്കും. സർ, എനിക്ക് പറയാൻ അനുവദിക്കാമോ? ഞാൻ പറഞ്ഞോട്ടെ സർ. ഇപ്പോ ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് നീ ഒരു പുല്ലും പറയണ്ട. സർ, ഞാൻ പോകാൻ തയ്യാറാണ് സർ. ഞാനിത് ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് സർ. ഞാൻ പോകാൻ തയ്യാറാണ്. കാരണം നിന്റെ കുഞ്ഞമ്മേരെ വീടല്ല തുറന്നാനും കയറാനും. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ വരാനും പോകാനും കഴിയില്ല. പണിയെടുപ്പിച്ച് ഇതിന്റെ മുതലും പലിശയും ഈടാക്കി നിന്റെയൊക്കെ നടു ഓടിച്ചിട്ട് ഈ ലാസർ കൊടുത്ത് വിടും. ഞങ്ങൾ തീരുമാനിക്കും. ഓ സർ, അറിയാം. പക്ഷെ ഇത്രയും മോശപ്പെട്ട കാര്യം എനിക്കിത് രണ്ടുപേർക്കും പോകാം. സാർ, എനിക്കിവിടെ നിൽക്കാൻ പേടിയാവുന്നത് അത് കാരണമാണ് സാർ. എന്നെ ഒന്ന് അനുവദിച്ചാൽ വലിയ. രതീഷ്, പോകാം. നമ്മൾ പറഞ്ഞൊന്നും അവര് കേൾക്കത്തില്ല, അവര് ഭയങ്കര സ്ട്രിക്റ്റാ. 3 days later. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? സാർ, ഞാൻ പോകാൻ തയ്യാറാണ് സാർ. ശരി, നിന്റെ രാജിക്കത്ത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നിനക്ക് പിരിഞ്ഞു പോകാം. താനാണ് വീട്ടിലെ ഹീറോ എന്നും വില്ലൻ എന്നുമെല്ലാം സ്വയം അവകാശപ്പെട്ടിരുന്ന രതീഷ് ഒരാഴ്ച മാത്രം പിന്നിടുമ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്ന് പടിയിറങ്ങുകയാണ്. പെട്ടിയും പൊക്കോണടുത്ത് വിട്ടോളാൻ പറഞ്ഞു. അയാളെ പൊക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വളരെയേറെ ക്ഷമിച്ചു നോക്കി. സമ്മതിക്കില്ലെന്ന് പറഞ്ഞ എന്ത് ചെയ്യും? അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. ആളുകളെ ഇറിറ്റേറ്റ് ചെയ്തും ഡിസ്റെസ്പെക്ട്ഫുള്ളായും ടോക്സിക്കായും പെരുമാറിയും ഒക്കെ ഉണ്ടാക്കുന്ന അറ്റൻഷന് ആയുസ് കുറവാണെന്ന പാഠമാണ് രതീഷ് ഇപ്പോഴുള്ള BB മത്സരാർത്ഥികൾക്കും ഇനി വരുന്ന BB മത്സരാർത്ഥികൾക്കും നൽകുന്നത്. എന്താ നോക്കി പേടിപ്പിക്കുന്ന?